മൂഷികവാഹനമോദകഹസ്ത ചാമരകർണാവിലംബിതസൂത്ര വാമനരൂപമഹേശ്വരപുത്ര വിഘ്നവിനായകപാദ നമസ്തേ. ഓം ശ്രീ ഗംഗണപതായേ നമഃ. ഓം ശ്രീ ഗംഗണപതായേ നമഃ. ഓം ശ്രീ ഗംഗണപതായേ നമഃ. ശ്രീ വാൽമീകി മഹർഷേ നമഃ. ശ്രീ ആഞ്ജനേയായ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രനേയ സ്വാമിനേ നമഃ. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കും നീ. വാണിടുക നാരദമെന്നുടെ നാവുതന്മേൽ. വാണിമാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ. നാണമെന്നേ മുതനാവിന്മേ നടഞ്ജനേ. കേണാങ്കനാനേ യഥകാനനേ ദിഗംബരം. വാരിജോത്ഭവമുഖവാരിജവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ. ഭാരതി പദാവലി തോന്നണം കാലേ കാലേ. പാരാതെ സരക്ഷണം മേന്മേൽ മംഗളശീലേ. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് കിഷ്കിന്ധാകാന്ഡം, അങ്കദാദികളുടെ സംശയം. മർക്കിട സഞ്ജയം ദേവേ ആരാഞ്ഞു വൃക്ഷഷണ്ഡേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടാകെയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ. പാതാളമുൾപ്പുകഴ്ന്നു നടന്നു നാം ഏതുമറിഞ്ഞില്ല. വാസരം പോയതും മാസമതീതമായി വന്നതു നിർണയം. ഭൂസൂതേ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ജൽകിലിന്നു ഞാൻ താൻ. നിഗ്രഹിച്ചിടും അതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ. പിന്നെ വിശേഷിച്ചു ശത്രുതനേനാം എന്നെ വധിക്കും അതിനില്ലോരനന്തരം. എന്നീലവലൊന്നൊരു സമ്മതം എന്തെന്നുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ്റെ രൂപടി. രാമകാരത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവൻ രക്ഷിക്കയില്ലവൻ. മാതാവിനോടും സമാനയാകും നിജഭ്രാതാവ് തന്നെ ഭാര്യയെ നിസ്ത്രവം പ്രാപിച്ചു വാഴുന്ന വാനര പൂങ്കവൻ. പാപി ദുരാത്മാവിനെന്തൊരു ധാതുതം. തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും
തുല്യദുഃഖേന ബാഷ്പം തുളച്ചൻപോടു ചുന്നിനാൽ മിത്രപാപത്തോടു സത്തരം ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങൾ അറിയുക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകമ്പോക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവത സൗഭാഗ്യസമിലിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം ആരാലുമില്ലോരു നാളും ഭയം സഖേ. താരേയ പോകനാം വൈകരൂതേതുമേ അങ്കദം തന്നോടിവണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കിയാൽ ഇംഗിതൻ നയകോപിതൻ വാദാജനങ്കദനെ തഴുകി പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത അന്ധകാരങ്ങൾ നിനിയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു നൻ മനസ്സേ സദാ. പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയെ കളതി പ്രിയൻ നീ തവ സാമർത്ഥ്യവും തിരുവുള്ളത്തിലുണ്ടടൂ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ ഹോമത്തിനുണ്ടോ നിറ കേടകപ്പെടൂ. ആകിയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപ നന്ദനാ കേളിതം ഞാനും തവഹിതത്തെങ്കിൽ പ്രസക്തനാ. ജ്ഞാനികൾ വാക്കുകേട്ടതും ഭ്രമിക്കലാം ഹാനിവരായ വാൻഗുഹയിൽ വസിക്കുന്നു വാനരൗക്യം പറഞ്ഞില്ലയോ ചൊല്ലു നീ. രാഗവാസ്ത്രത്തിനഭേദമായൊന്നുമേ ലോകത്രയത്തെങ്കിൽ എന്നറിയുക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നിടന്നിടുന്ന കാലത്തു ശോഭിക്കയിലടോ സജ്ജനഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ദേവതിച്ച കുലധർമ്മ വിദ്വേഷവും പൂർവ്വബന്ധുക്കൾ വെച്ചൊരു വൈരവും വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്തഗുഹ്യം രഹസ്യമായുള്ള വൃത്താന്തമെമ്പോടു ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ല ഓർക്കടോ. നാരായണൻ പരമാത്മാ ജഗന്മയം മായാഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു. ജായാജ് സകല ജഗമോഹനു കാരണേ സീതയാകുന്നതു ലക്ഷ്മണൻ. ജഗധാരാഭൂതനായുള്ള ഭണ്ണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ ഭൂവി മാനുഷവേഷമായി വന്നു പിറന്നത് അയോധ്യയിൽ. രക്ഷോഗണത്തെ ഒടുക്കി ജഗത്തെ രക്ഷവരുത്തുവാൻ പണ്ടു വിരിഞ്ചിനാൽ പാർത്ഥിതനാകിയ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിലാർത്തപരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ. വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മാർത്തനായി വന്നവതരിച്ചിടിനാൻ. ഭൃത്യവർഗം നാൻ പരിചരിച്ചിടുവാൻ ഭക്തനിയോഗേന വാനരവേഷമായി വൃത്തിയിൽ വന്നു പിറന്നിരുന്നതും പണ്ടു നാം ഏറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നുടെ പാരിഷമാരുടെ പദം തന്നിപ്പോഴും പരിചരിച്ചിന്നും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകണ്ഠതേതുമേലെന്നറിഞ്ഞിടു നീ. അങ്കദിനോടിവണ്ണം പവനാത്മജൻ മംഗളവാക്കുകൾ ചൊല്ലി പലതിനം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പോക്കു. കശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിതേ തീരം മനോഹരം പൂക്കു മഹേന്ദ്രാചലേന്ദ്ര പദം മുതാ. ദുസ്തരമേറ്റമഗാധം ഭയങ്കരം ദുഷ്പ്രാപ്യമാലോക്യമർക്കട സഞ്ജയം. വ്രതാരിപുത്രാത്മജാതികളൊക്കെയും തൃസ്ഥരായതാകുലം കൊണ്ടിരുന്നിടുടൻ. ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിത്തന്നേന മെന്തിനീ ചെയ്തു സന്തതമോർക്കനാം. ഗുഹരം ഭൂകുപരിമരമിച്ചത്രയും വിഹലന്മാരായി കഴിഞ്ഞതു മാസവും. തണ്ടാരിൽ മതിനെ കണ്ടില്ല നാം ദശകണ്ഠനെ കണ്ടുകിട്ടിയില്ല ഹൃദിജിൽ സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേ തുലു. നിഗ്രഹിച്ചിടുവാൻ നമ്മെ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കേൽ നിത്യോപവാസേന മൃത്യു ഭവിച്ചതു മുത്തിക്കു നല്ലോ നമുക്ക് പാർത്തോളം എന്നിത്തം നിരൂപിച്ചുറച്ചു കവികുലം. ദർഭ വിരിച്ചു കിടന്നെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവൻ. സമ്പാദിവാക്യം. അപ്പോൾ മഹേന്ദ്ര ചലേന്ദ്ര ഗുഹാന്തരാൽ
ക്ഷിപ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ള ഹൃദ്യപുരവരനും പ്രത്യേതര പ്രവരോത്തുങ്കപുരനായി ദൃഷ്ട്യാ പരക്കെ കിടക്കും കവികളെ ദൃഷ്ട്യാ പറഞ്ഞതു കൃത്യാകുലാദ്വൻ. പക്ഷമില്ലാത്തൊരാനയ്ക്കു ദൈവം ബഹു ഭക്ഷണം തന്നു ഭാഗ്യമല്ലോ ഫലാൽ. മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനൂദിനം. ഗൃദ്ധവാക്യം കേട്ടു മർക്കടൗക്യം പരീത്രസ്ഥരായി അന്യൂനമാശു ചൊല്ലിയിടാൻ അധീന്ദ്രതുരനായൊരു ഗൃദ്ധാധിപൻ സത്രം കൊഴുത്ത് കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു. കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ നമ്മാലൊരു കാര്യവും കൃത്യമായില്ല. കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചു തല്ലി നാം സ്വാമിയുടെ ഇതും വന്നതില്ലല്ലോ. അവനാൽ മരിക്കുന്നത് വന്നതു എത്രയും പാപികളാം തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജഡായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാൻഭുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദ്യം മാനസാനന്ദം കലർന്നു ചോദിച്ചതു. കർണബീജ സമാന വാക്കുകൾ ചെന്നതായിരുന്നു ജഡായുവിനെങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നത് അന്യോനമിങ്ങു വരുവൻ ഭയപ്പെടായകേതുമേ. ഉംബർഗോൻ പൗത്രനും അൻപോടതു കേട്ടു സമ്പാദി തന്നുടെ മുന്നിൽ അമ്പാറു ചെന്ന് അംബോജലോചനൻ തൻ പാദപങ്കജം സാംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാരാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും ജാപലക്ഷ്മിയാൻ ജാനകിയോടും തപസ്സിനായി പൂക്കതു കാനനം താതാജ്ഞയാൽ പുര കട്ടുകൊണ്ടിടാൻ തൽക്കാലം എത്ര ദുഷ്ണായുടെ ദശമകൻ സീതേ. ലക്ഷ്മണൻ കമലേഷനും പിരിഞ്ഞ ശൂണിപുത്രി മുറയിട്ടതു കേട്ടു. തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്ത് അക്ഷണാധാരനോട് ജഡായുമാം പക്ഷിപ്രവൻ അതിനാൽ വലഞ്ഞൊരു യശോവരൻ നിജസന്ദ്രഹാസവും കൊണ്ടു പക്ഷവും വെട്ടി അറുത്തുതാനതു നേരം. പക്ഷീന്ദ്രൻ പതിച്ച തരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞൊന്നുമേ നിന്നുടെ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായൂജ്യവും ലഭിച്ചതു ഭാഗ്യവാൻ. ആർക്കകുലോത്ഭവനാകിയ രാമനു മർക്കജനോട് അഗ്നിസാക്ഷിയാകാമണ്ണം സൗഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ. സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാൻരാധീശ്വരനായി സുഗ്രീവനും ജാനിയെ തിരിഞ്ഞാശു കണ്ടിടുവാൻ. ദിക്കുകൾ നാലിലും പോകയെന്നയച്ചു ലക്ഷം കവീവരന്മാരെ. ഓരോ ദിശി ദക്ഷിണദിക്കിനു പോന്നതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടിതിലങ്ങുമേ. 30 നാളിനകത്തു ചെന്നായിടയിൽ ഇപ്പോൾ അവരെ വധിക്കും കബീവരൻ. പാതാളം ഉൾക്കുവാസരം പോയതു മേതുമറിഞ്ഞേ ഞങ്ങളതുകൊണ്ടു. ദർഭ വിരിച്ചു കിടന്നൊരിപ്പതിനപ്പോൾ ഭവാനിയും കണ്ടുകെട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷവും പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെ എന്നുള്ളത് നീ അറിഞ്ഞിടോ. താരിയെ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജഡായു ഞാൻ ഒട്ടുനാളുണ്ടിവനോട് പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സൂതനായുധക്രിയക്കെന്നെ എടുത്തു ജലാന്തിയെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിച്ചുതാക കർമാദികൾ നിങ്ങളുടെ വാക്സഹായം ചെയ്യുവാനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്ത് കവികളും അഗ്നിതീരത്തു വെച്ചിടിനാനാഥരാൽ തൽസലിയിലെ കുളിഞ്ചഞ്ചലിയും നൽകി വത്സനാബാധാവിനായിക്കൊണ്ടു സാധനം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാൻ്റെ സഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകിതനുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിന. തുങ്കമായിടം ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനീന ജാനകി നത്തഞ്ജലി ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്ക് കാണാൻ ഗൃതനാകയാൽ. സാമർത്ഥ്യമാർക്കും അത് ലംഘിപ്പതിനവൻ ഭൂമി ധനുജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേ ദുരുജാതിയും പക്ഷവുമില്ലമേ. യാജ്ഞേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ.
രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവമിതൊന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യാതേന താടിക്കടന്നു ലങ്കാപുരം പോക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടി കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കാൻ നാം ഒരുമിച്ചു തമ്മിലെന്നൂനും പറഞ്ഞു തുടങ്ങിനാൽ സമ്പാദിതന്റെ പൂർവ്വവൃത്താന്തങ്ങൾ അമ്പോട് വാനരമാരോട് ചൊല്ലിനാൻ. ഞാനും ജഡായുമാം ഭ്രാതാവുമായി പുരാ ആനേന ദൃപതമാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പ തന്നിതേ വേഗം പറഞ്ഞതു മേൽപോട്ട് ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തമുൽപ്പതി ചാർത്തരായി വന്നു ദിനകരശ്മിയാൽ. തക്ഷണേ നീയം പിടിച്ചതീ തനുജനു പക്ഷപുടങ്ങളിൽ അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണതു ഭൂമിയിൽ പക്ഷദൈവത്തോട് വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചരേന്ദ്രനിരസേവിനിടിനേൻ അന്ധനായി 3 ദിനം നടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തും കാണായതു ചിറകം കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്തമാനസനായിരുന്നങ്ങനെ ചെന്നേ നിശാകര താമസം തന്നെ പുണ്യാശ്രമത്തിൽ പുണ്യ പൂർണ്ണഭാഗോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നുടെ പണ്ടു കണ്ടുള്ളവരോരറിവു നിമിത്തമായി എന്തു സമ്പാദെ വിരൂപനായി വന്നതിനെന്തു മൂലമിതാരാലകപ്പെട്ടതും എത്രയും ശക്തനായൊരു നിനക്കെന്നു വ്യക്തവാനെന്തു പക്ഷം പറക നീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുന്നോട് ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചു സന്നമായുമെന്നു ചിറകും ദയാനിതേ ജീവിതത്തെ ഉദ്ധരിക്കേണ്ട ഉപായം ഇന്നേവം എന്നോട് ചൊല്ലിത്തരയണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ആ ദേവശനായ അരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരിശ നീ ദേഹം നിമിത്തമേ ദുഃഖമറിയുക നീ ദേഹം ഓർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈകൊണ്ടു മോഹദേഹം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോര് വിദ്യാസമുത്ഭവ വസ്തുവായുള്ളോരഹങ്കാരമോർക്ക നീ ഇച്ഛയായോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരഹം പിണ്ടവൽ സദാ തേന ദേഹത്തിനു താദ്യായോഗേന താനൊരു ചേതനാവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത നൂനാത്മാവെന്നു പായ ദേഹോഹമദൈവ കർത്താഹ മിഥ്യാഹന്ത സങ്കല്പകർവതാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമൂഹമാർന്ന ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചും ഹംസപാദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടുമാശു കീഴ്പോട്ട് നിർമ്മിച്ചതി താൽപ്പര്യമാൻ പുണ്യചാപാത്മകാം സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ ജ്ഞാദാനാദികൾ ദുർഗതി നീക്കി സൂഹിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സൂഹിച്ചു വാഴും വിധോ ഉത്തമാക്കം കൊള്ള വീഴുമതോ ദുർഭുവേ പുണ്യമടങ്ങിയാൽ ഇന്ദുകം തന്മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതനായി ഭൂമിയെ പതിച്ചു ശല്യാദികളായി ഭവിച്ച ആമോദം ഉൾക്കൊണ്ട് വാഴും ദശരഥരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസ്സമായി ചമഞ്ഞതും ചെന്നു സിമന്തി യോനിയിലായി വരും യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷിതവുമാം ഏകദിനെ കലർന്നു കലലമാം മാം ഏകീഭവിച്ചാലതും ഭിന്നമല്ലവേ പഞ്ചരാത്രം കൊണ്ട് യുദ്ധുബുധാകാരമാം പഞ്ചദിനം കൊണ്ട് പിന്നീതാക്രമം മാംസപേശിത്വം ഭവിക്കും അതിനൊന്നതു മാംസാത്തകാലേന പിന്നെയും മെല്ലവേ പേശീരുതിര പരിപ്ലുപ്തമായി വരുമാശു തസ്യാമാങ്കുരോപ്തിയും വരും പിന്നെയൊരു 5 രാത്രിയാൽ പിന്നെയൊരു 3 മാംസേൻ സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടുമാങ്കുലി ജലാലവും 4 മാസത്തിനാ ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും 5 മാസം കൊണ്ട് ഷഷ്ടമാംസേ പുനഃ കിഞ്ചന പോലും പിഴിയാതെ ദേഹിനാം കർണയോ ചിത്രം ഭവിക്കും അതിസ്ഫുടം പിന്നെ മേഡ്രോസ്പദനാഭീപായങ്ങളും സസ്തമേ ഭാവി ഭവിക്കും പുനരുടം ഗുപ്തമായൊരു ശിരകോശ രോമങ്ങൾ
അഷ്ടമേ മാസി ഭവിക്കും പുനരവി പുഷ്ടമായിടും ജലസ്ഥലാന്തരെ 9-ാം മാസേ വളരും ദിനംപതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരൂ മഞ്ജസാജീവൻ ക്രമേണ ദീനദീനേ നാവീസൂത്രാൽപരധേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താനരസത്തിനാൽ ഭർത്തവേ ഗർഭാഗമായ പിണ്ഡം ഹൃത്തമൃത്യുപരാനിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവലും നിരൂപിച്ചു ദുഃഖിച്ചു ജാടരവജ്ഞീ പ്രദത്തനായി തൽക്കാരണങ്ങളാൽ പറഞ്ഞു തുടങ്ങിനാൽ 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞതു നിത്യകുടുംബവാരണേക സത്യനായി വിക്രമന്യായമാർജിച്ച് തന്നഹം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണേത് ജപിച്ചില്ലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭവാർത്തത്തിൽ നിന്നെങ്ങനെ ബാഹ്യസ്ഥലേ കൽപ്പോട് എനിക്ക് പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനൊന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്തിയാഭഗസ്തുതി തുടങ്ങിയതിനാൽ 10 മാസം തികയും വിധോ പൂതലേ ചിത്തതാപനെ പിറക്കും വിധിവശാം സുതിവാദിൻ ബലത്തിനാ ജീവനാം ജാതനായ യോനീന്ദ്രേന്ദ്രേണ പീഡാനിതം ബാല്യമാന്യേപി മാതാപിതാക്കന്മാരാൽ ബാലാദി ദുഃഖങ്ങളും ദൂചല്ലാവതും യൗവന ദുഃഖം വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്താളുമേതം പരാസകേ നിന്നാനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാബലാൽ ദേഹോഹമെന്നുള്ള ഭവാനാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഹേ സ്ഥൂല സൂക്ഷ്മാത്മകദേഹാദ്വയാൽ പരം മേലേരി പദാത്മപരം കേവലൻ ദേഹാദികൾ മന്മത ഉപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴുക നീ ശുദ്ധം സദാ ശാന്തമാത്മാനവീയം ബുദ്ധം പരബ്രഹ്മാനന്ദാധയം സത്യം സനാതനം നിത്യം നിരൂപം സത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയും സകലാത്മമീശ്വരം അച്യുതം സർവജഗന്മയും ശാശ്വതം മായാവിനിൻ മുക്തമെന്നറിയും നേരം മായാവിമോഹം അകല്ലുമെല്ലാവനും പ്രാരാബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരാപ്തമാത്മനാ വാഴുക നീ സഖേ മറ്റൊരു ഉപദേശവും പറയാം തവ ചുറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല തേത്രായുഗേ വന്നു നാരായണൻ ഭുവേ ജാതനായിട്ടും ദശരഥപുത്രനായ നത്തേഞ്ചരന്ദ്രനെ നിഗ്രഹിച്ചൻപോടും ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരുണ്യത്തിൻ വാഴും വിധോബലാൽ ചണ്ടനായുള്ള ദശാസന രാവണൻ പുണ്ടരികോത്ഭുതനാകിയ സീതയെ പണ്ഡിതന്മാരെ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോമായ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മാർക്കടരാജനിയോഗാൽ കബീകുലം ദക്ഷിണവാരിധി തീരദേശേ വരും തത്ര സമാഗം നിന്നോട് വാനവർക്കെത്തുമൊരു നിമിത്തേന നിസംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് പറ്റങ്ങുന്നവങ്ങളാൽ ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമീ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നെത്രയും ഉത്തമ താമസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലൊന്നുമേ ശ്രീരാമദേവ കഥാമൃതമഹാത്മ്യം മാരാലും ഓർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ നല്ലതോ മേന്മേ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായി അതിപ്രയത്നം ചെയ്യിലർവണ്ണം ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര വാരനിധിയെ കടക്കുന്നതേ വരും രാമഭാര്യ ലോകാനാർത്ഥമായി പോകുന്ന രാമൻ്റെ ഭക്ത നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമേ രാകുലമുണ്ടാകയില്ലോ ഒരു ജാതിയും എന്നതു പറഞ്ഞു മറിഞ്ഞതിനായി സമ്പാദിഹാഹേസ സമുദ്ര ലംഘന ചിന്ത
പിന്നെ കപീവരന്മാർ കൗതുകത്തോടു മഞ്ഞൂനമാശു പറഞ്ഞു തുടങ്ങിന ഉഗ്രം മഹാനക്ര ചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക കപീകുലം എങ്ങനെ നാം ഇതിനെ കിടക്കുന്നുവാറെങ്ങനും മറുകര കാണുവാനുമില്ലല്ലോ. അവതല്ലാതെന്തു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ. ചക്രതനേനോ നങ്കതൻ മർക്കടനായകൻ മോരു ചൊല്ലിനാൽ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരുവേൽ വച്ചിങ്ങു വന്നെടുത്തോരുത്തൻ പറയണം ഞാൻ ഇന്നളന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമസൗമിത്രികളും ബഹുവിഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദൻ ഇങ്ങനെ ചെന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാലേവരും ഒന്നും പറഞ്ഞില്ലൊരു മുത്തമംഗദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തേ നിരൂപിച്ച് നിങ്ങളുടെ ബലം പ്രത്യേകമച്യുതാം ഉദ്യോഗപൂർവകം ചാടാമെനിക്കു ദശായോജനാവലി ചാടാമെനിക്കൊന്നൊരു കവി 30 ചാടാമെനിക്കെന്ന വരനു 30 40 മറ്റേവനും 50 60 70 80 ചാടാമെനിക്കൊന്നൊരുവനും 90 ചാടുവാൻ ദണ്ഡമില്ലേഖനം എണ്ണമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിൽ ആർക്കും കടക്കാവതിൽ ഇക്കടൽ മർക്കടാവീരരെ നിർണയം മുന്നും ത്രിവർക്കമൻ 3 ലോകങ്ങളും ചെന്നനായി 3 അടി അളക്കും വിധു. യൗവനെ കാലേ പെരുമ്പറയും കെട്ടി 7 വട്ടം വലത്തു വെച്ചിടാൻ വാർത്തകരസ്ഥനായനെ ദാനീ ലവണാപ്തി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രതിഷ്ഠനം ദാനാവിരിക്കു ജയ്തേന്ദശാമാത്രയാ കാലസ്വരൂപനാമീശ്വരം തന്നെ ലീലകളോർത്തോളം അത്ഭുതം എത്രയും. ഇത്താത്മജാത്മജം ചെന്നതു കേട്ടതിന് ഉത്തരം വൃതാരിപുത്രം ചൊല്ലിനാൻ അങ്ങോട്ട് ചാടാമെനിക്കു നിർണയം ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല. സാമർത്ഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർത്ഥ്യമുണ്ട് ഭവാനിതിനെങ്കിലും വൃത്തി ജനങ്ങളായക്കിൽ നിന്നുമേ വൃത്തിരിലേഖനമോ ഉണ്ടാമെന്നതേ വരൂ. ആർക്കുമേ ഇല്ല സാമർത്ഥ്യമനാശയം. ദേഷ്യു തന്നെ മരിക്ക നല്ലോപയം താരനേയവൻ പറഞ്ഞൊരനന്തരം സാരസ സംഭവം നന്ദനം ചൊല്ലിനാൻ എന്തു ജഗൽ പ്രാണനന്ദനാനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നു കളകിയോ കണ്ടേല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷിണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവബീജമല്ലോ ഭവാൻ. പിന്നെ പാദാത്മജനാകെയുമുണ്ട വൻ തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയായ വാനരനാഥനു പുത്രനാഞ്ജനെ പെറ്റുള്ളവായൊരു സദ്ഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭ അച്യുതനായ അവനിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപ്പോട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നു മനസ്സേ. ചണ്ഡകിരണൻ ഉദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടരെ കണ്ടു നീ പക്കമെന്നോർത്ത് ഭക്ഷിപ്പാനെടുക്കിയ ചക്രയുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ പിന്നെയും കൊണ്ടുപോയി പൂക്കതു പാതാളം. അപ്പോ ത്രിമൂർത്തികൾ 30 മുക്കടി വാനവർ നമ്മോടും ഉൽപ്പസംഭവ പുത്രഭാഗത്തോടും പ്രത്യക്ഷമായി വന്നവതരിച്ചിടനാർ. മൃത്യുപരലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലവും ഇല്ലാമെതിയൊന്നു കൽപ്പിച്ചതിന്നളവും വരാ നിർണയം. ആത്മായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാൽ നാമനാ ഹനുമാനുവിനെന്നു സാദരം വജ്രം ഹനുവെങ്കിലേറ്റു മുറുകയാൽ ചരിത്രങ്ങൾ നമർന്നതു മനസ്സേ. നിൻ കയ്യിലില്ലോ തന്നതു രാഘവൻ അങ്കുലിയും അതുമെന്തെന്നോർക്ക് നീ ത്വൽബല വീരവേഗങ്ങൾ വർണ്ണിപ്പതിനീ പ്രപഞ്ചത്തിൽ തെങ്കിളാർക്കുമാമല്ലോടോ. ഇത്യം വിധിസുതം ചെന്ന നേരം വായുപുത്രനും മുദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശുകുലങ്ങുമാറന്നവൻ സമ്മദാസിംഹനാദം ചെയ്തൊരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ വർണ്ണവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൽ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മാക്കേഷനാൽ രാവണനെ കുലത്തോട് മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുമിനി വരെപ്പോഴേ. അല്ലായെങ്കിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലാക്കിക്കൊണ്ട് രാമാന്തികയെ വെച്ച് കൈ തൊഴുതിയിടുവാൻ രാമാങ്കുലിയമൻ കയ്യിലുണ്ടാകിയാൽ മാരുതി വാക്ക് കേട്ട് ഒരു വിധി സുധാനാരോട് കൗതുകം ചൊല്ലിനാൽ പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോട് എതിർത്തിടുവാൻ പിന്നെയാ നിഗ്രഹിച്ചതും ദശാസനേ രാഘവൻ വിക്രമം
കാട്ടുവാൻ നേരമാമല്ലോ. പുഷ്കര മാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായക കല്യാണം ഭവിക്കതേ. മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കവികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ. യുദ്ധം പറഞ്ഞറിയിച്ചോരു തത്തെയും ബദ്ധമോദത്തോടരുന്നിരുന്നത് ഇക്കാലമേ. ഇത് ഇധ്യാത്മരാമായണ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാന്ഡം സമാപ്തം. ഇവിടെ കിഷ്കിന്ധാകാന്ഡം അങ്ങനെ അവസാനിച്ചു. ഇനി നമുക്ക് ഒരു നാരായണ ആരതി ചൊല്ലാം. ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ, ജയ ഗുരുമാരുത മന്ദിരനാഥ, ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. കിങ്കിണി പദകമല കൃഷ്ണ, കങ്കണ കരയുഗള, കുങ്കുമ പങ്കില പക്ഷസ്ഥലവര കവലയദള നീര, കൃഷ്ണ ജയ ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ, ജയ ഗുരുമാരുത മന്ദിരനാഥ, ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താ ന്യായേന മാർഗേണ മഹീ മഹേശ, ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവം കരോമി യത്യ സകലം പരസ്മൈ ശ്രീമന്നാരായണേതി സമർപ്പയാമി. ഹരി ഓം. ഈ രാമായണ വായന കേൾക്കുന്ന എല്ലാവർക്കും ശ്രീരാമദേവിൻ്റെയും സീതാദേവിയുടെയും ലക്ഷ്മണൻ്റെയും ഹനുമാൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ.